മോൻ എങ്ങോട്ടാ? അമ്പലപ്പറമ്പിലേക്കാ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും പോണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലപ്പറമ്പ് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്ന് ഞാൻ മടുത്തു. അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ. മോൻ കേട്ടതല്ലേ പണിക്കര് പറഞ്ഞത്, കുറച്ചു കാലം വളരെ സൂക്ഷിക്കണമെന്ന്. പണിക്കര് കള്ളൻ. അയാളിങ്ങനെ പിടിച്ച് പൂട്ടിയിടണം. അപ്പൊ അറിയാം. ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. എന്റെ ഒരു കേട്ടറിവ് വെച്ച് രണ്ടുപേരുണ്ട്. ആരാ അവരെ? വലിയ രാമൻ നായരും ചെറിയ രാമൻ നായരും മഹാപണ്ഡിതന്മാരാ. അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കൊച്ചു തമ്പുരാന്റെ സ്വഭാവത്തിന് അങ്ങേയറ്റം ഗുണം കിട്ടും. തെളിച്ചു പറയടോ. വേദങ്ങൾ 4 പിന്നെ ഉപനിഷത്തുക്കൾ. സംസ്കൃതമാണെങ്കിൽ അരച്ച് കലക്കി കുടിച്ചിരിക്കുക. അവരെ കൊണ്ടുവരാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോകില്ലേ? എങ്ങോട്ട്? ഈ പടിയൊക്കെ കയറി മുകളിലേക്കോ? ഇത് തോണിയാഹേ. സൂക്ഷിച്ചിറങ്ങിക്കോളൂ. പോവുക. കയ്യ പിടിക്കാം. ഓ, ആയില്ലഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇയാളെ ചോദിച്ചാ മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ 2 മനുഷ്യന്മാരെന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഓ എന്നാ വഴി കാണിച്ചാൽ മതി. എത്ര മൈൽസ് ഉണ്ടാവും സുമാർ? ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ, ഈ കോലോത്ത തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ. ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. അപ്പൊ 100 തണ്ടാന്മാർ എപ്പോഴും തെങ്ങുമ്പോ തന്നെ ആയിരിക്കും അല്ലേ? തണ്ടാന്മാരെ കാര്യം വലിയ കഷ്ടാണല്ലോ. പുളൂസൊന്നുമല്ല, ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ മണപ്പുറത്ത് എടുക്കല്. ബാക്കിയുള്ളവര് കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലേതാ. ആരും ഇതിന് അതെന്താണോ അങ്ങനെ? അതിനാണ് നടന്നിരുന്നപ്പോ രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണു കാണാൻ പറ്റൂല്ലോ. എന്നാ പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചാൻ പണിയിട്ട് നടന്നാ പോരെ. എന്റെ വീട്ടിലോ നിർത്തണോ? ഇതാ കോലത്തെ വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കൊലോത്ത തമ്പരാക്കന്മാരാ, അളിയന്മാരാ. എന്തേ മതിയായോ? ഓ കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കണു. വലിയനാവുന്നാർ കണ്ടോ? കുട്ടിയാ, കുറുമ്പനുവാ. കണ്ടാലറിയാ. ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണനാ എനിക്ക് ഇവനെ കാണുമ്പോ ഓർമ്മ വരുന്നേ. ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണൻ എന്നെയും അറിയാം, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പൊതുക്കും അവന് കിട്ടിയിട്ടില്ല. വലിയനാവുന്നാരെ ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെ ആവുമോ ചെറിയ രാമനായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. പോയി നോക്ക. വരിക വീട്ടുകാരെ. എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാപ്പൊലിന്ന് വരിക. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തളയ്ക്കണമെന്നും പറഞ്ഞേ ഒരു കുറിപ്പടി കിട്ടിയിരുന്നു. അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടെ ഇപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ. ആയില്ലഞ്ചേരി കോവിലകല്ലേ ഇവിടുത്തെ കാര്യസ്ഥം കുറുപ്പടി അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ വരിക. ആ ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. ചെറിയ രാമനായരെ ഒന്ന് ഉറപ്പിച്ചോളൂ. മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും. നോക്കി പേടിപ്പിക്കണ്ട. അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂ. വേണ്ടി വന്നാ തളയ്ക്കും. ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്ത് കിടന്ന്? ചോദിക്കേണ്ടവരെ ചോദിച്ചിട്ട് തന്നെയാ വന്നിരിക്കണത്. ആണെങ്കിൽ പോരുത്, അവിടെ ഇരിക്കും.
അവിടെ അവിടെ ഇരിക്കാൻ. അവിടെ ഊന്നാനെ. ഇന്നിവിടെ ഊന്നാനെ. ഇന്നിവിടെ. ഇന്നിവിടെ. അങ്ങനെ നോട്ട് എടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇന്നിവിടെ ഇരിക്ക്. എന്താ ഇവിടെ? ആരാ നിങ്ങളാ? കാര്യസ്ഥന്റെ കുറിപ്പടി പ്രകാരം കൊച്ചുതമ്പുരാനെ നോക്കാൻ വേണ്ടി കുഞ്ഞൂട്ടന്റെ കാര്യത്തിനാ? അതിന് നിങ്ങൾ എന്തിനാ ഇയാളെ കയറി പിടിച്ചത്? കുറച്ചു മുമ്പ് ഒരാളാണ് ഇയാളുടെ നിലക്കാണ് അസുഖം. ആര് പറഞ്ഞു? ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതകപ്രകാരം കുറച്ച് കഷ്ടമുള്ള കാല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. അതുകൊണ്ട് 24 മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. എന്താ ഒരു 5-6 മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റിക്കാം. ഒന്നും പേടിക്കണ്ട. ഒരു തരി പൂഴി ദേഹത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം. പട്ടാമ്പിയിലെ മാടത്തോട് കേശവന് ഇതുപോലൊരു പ്രശ്നം അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പുറത്തേക്ക് പോയിക്കോളൂ. എന്തോ ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. അപ്പുറത്തേക്ക്. എവിടേക്കാ? ഇന്നു മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ. ഏത് മൂലയെന്നാ മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റൂ. സൂക്ഷിക്ക. കാല് കാല് ഇതാ ഉമിക്കരി പല്ല് വെച്ചോളൂ. ഇതാ വെള്ളം, മുഖം കഴുകിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം. പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല, താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങിപ്പോവും. അതുപോലെ എങ്ങട്ടാ എങ്ങട്ടാ? നരകത്തിലേക്ക്. തമ്പ്രാനെ കുളിക്കാനാ വെള്ളം ചൂടാക്കണ്ടേ? എനിക്കോ? ഞാൻ ദിവസം കുളത്തിലാ കുളിക്കും. അത് പഴയ കഥ. ഇനി ഇന്ന് തൊട്ട് കുളത്ത് കൂടില്ല. ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സിലെങ്കിലും ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ അടുത്ത് ചെറിയ രാമനാര് ഒന്ന് വേഗം എടുക്കുക. എന്നെ വിടുന്നു. ഞാൻ അവിടെ കുളത്തിലെ ഇരിക്കാൻ. കുളിക്കുള്ളൂ. അവിടെ ഇരിക്കാൻ.